സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ കാലാകാലങ്ങളായിട്ട് ആഘോഷിക്കുന്ന നിരവധി ആഘോഷങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് നവരാത്രി ആഘോഷം. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും എല്ലാ മനസ്സുകളിലും ഈ നവരാത്രിയുടെ ആ ആഘോഷം തിരതല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നവരാത്രി ആഘോഷിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മളെന്തൊക്കെ ചിന്തിക്കുന്ന ഒന്ന് പ്രധാനമായിട്ട് കുറേ വ്രതം എടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഗ്രന്ഥങ്ങൾ നമ്മൾ പൂജിക്കാൻ വേണ്ടി വെക്കും. ഡാൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവരുടെ ചെലങ്കകൾ പൂജിക്കാൻ വേണ്ടി വെക്കും. മറ്റു തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർ അവരവരുടെ ആയുധങ്ങൾ പൂജിക്കാൻ വേണ്ടി വെക്കും. കുട്ടികൾക്ക് വിദ്യ ആരംഭം കുറിക്കാൻ വേണ്ടി തയ്യാറാക്കും. എന്തെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാർ ആ വിജയദശമി നാളിൽ ഈ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ചെയ്യുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മനസ്സിലായില്ല അല്ലേ? നവരാത്രി ആഘോഷം 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നടത്തുന്നുണ്ടല്ലോ, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ വ്രതമെടുക്കുന്നുണ്ട്, അതിൻ്റെ ഗുണം നമ്മൾക്ക് അറിയോ? ഈ 9 ദിവസം എടുക്കുന്ന വ്രതം എന്തിനാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ ഈ ആഘോഷം തന്നെ നടത്തുന്നത് എന്തിനാണ്? ഇത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. നാളെ നമ്മുടെ മക്കൾ ചോദിക്കും, ഇത് ഈ ദിവസം തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഈ 9 ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നവരാത്രി എന്ന് പറയുന്നത്? പലരും പറയും അത് 9 രാത്രികളാണ് എന്നുള്ളത്. ശരിയാണ്, 9 രാത്രി എന്ന് പറയാം, എന്നാൽ അതല്ല ശരിയായിട്ടുള്ള അർത്ഥം. 9 രാത്രിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് നവരാത്രി എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഈ 2024 കാലഘട്ടത്തിൽ 10 രാത്രിയാണ് വരുന്നത്. അപ്പോൾ നവരാത്രി ആണോ? അല്ല, ദശരാത്രി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ 9 രാത്രി ആയാലും 8 രാത്രി ആയാലും എത്ര രാത്രി നിങ്ങൾ എടുത്താലും അതിന് പിന്നിൽ ഒരു തത്വമുണ്ട്. ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, കറുത്ത വാവ് കഴിഞ്ഞ് കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് ആദ്യത്തെ കറുത്ത വാവ് തൊട്ട് പിറ്റേ ദിവസം മുതലാണ് ഈ പറയുന്ന നവരാത്രി ആഘോഷിക്കുക. കറുത്ത വാവ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ. അതാണ് എളുപ്പം മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ 9 ദിവസങ്ങളിലും അല്ലെങ്കിൽ 10 ദിവസങ്ങളിലും അല്ലെങ്കിൽ 8 ദിവസമാകട്ടെ, ചില വർഷങ്ങളിൽ 8 ദിവസം വരും. ചന്ദ്രൻ്റെ ഗതി വേഗത്തിലാണെങ്കിൽ 8 ദിവസമായി മാറും. ഒരു വർഷം അങ്ങനെ വന്നിട്ടുണ്ട്. വളരെ മന്ദഗതിയിലാണെങ്കിൽ 10 ദിവസം വരും. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിലും എത്ര ദിവസമായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു ആഘോഷവും ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും സനാതനധർമ്മ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. നിങ്ങൾ വ്രതമെടുക്കുകയോ ഗ്രന്ഥം വെക്കുകയോ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പറയും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാർ വാരിയിട്ട് ഊട്ടുന്നുണ്ട്. ഇത് ശരിക്കും കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും യഥാവധി ആ അമ്മയുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയല്ലേ. കുട്ടിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അമ്മയ്ക്കാണ് നെഞ്ചെടുപ്പ് ഉണ്ടാവുക, അമ്മയ്ക്കാണ് സമാധാനം ഇല്ലാണ്ടാവുക. അപ്പോൾ ഈ ഏത് കർമ്മം ചെയ്യുന്നത് ആരാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഊട്ടുന്നുണ്ടെങ്കിൽ ആ ഊട്ടുന്നത് പോലും നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് എന്നതർത്ഥം. അപ്പോൾ ഇവിടെ ഈ 9 നാളോ എത്രയോ നാളാവട്ടെ നവരാത്രി ആഘോഷമായാലും ഏത് ആചാരങ്ങളായാലും ഏത് അനുഷ്ഠാനങ്ങളായാലും ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ സംതൃപ്തിക്ക്, നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന 9 ദിവസങ്ങളിലോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നവരാത്രി ആഘോഷം അല്ലെങ്കിൽ വിജയദശമിയുടെ ഒക്കെയുള്ള ആഘോഷം ചെയ്യുന്നത്
നമ്മുടെ നന്മയ്ക്കാണ്. എങ്ങനെയാണ് അത് നമ്മുടെ നന്മയ്ക്കാകുന്നത്? അതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ പറയുന്ന നവരാത്രി ദിവസം അല്ലെങ്കിൽ നവം എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 9 എന്നുള്ള തരത്തിൽ നമ്മൾ എടുക്കാനേ പാടില്ല. 9 രാത്രി എന്ന വിധത്തിൽ അതിനെ എടുക്കേണ്ടതില്ല. ഇത്തവണ ഞാൻ പറഞ്ഞു 10 ദിവസം വരുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ചിന്തിക്കുന്നത് നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നൊരർത്ഥമുണ്ട്, അല്ലേ? നവവത്സരാശംസകൾ എന്ന് വെച്ചാൽ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്, അതിനുള്ള ആശംസകൾ എന്ന് പറയും. അപ്പോൾ നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നുള്ളൊരു അർത്ഥം ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു. ആ ജീവിച്ചതിൻ്റെ പരിണത ഫലമാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തെന്ന്? ദുഃഖങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ശത്രു ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള. അപ്പോൾ ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ജീവിത രീതി തന്നെയാണ്. നമ്മൾ കൃത്യമായി ഉത്തരവാദിത്വമില്ലാതെ ദൂർത്തടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിത രീതി എങ്ങനെയൊക്കെയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ ഈ പറയുന്ന നവരാത്രി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ 9 ദിവസം ഉള്ള ആ സമയത്ത് നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. ഇത്രയും കാലം ഞാൻ എങ്ങനെയൊക്കെയോ ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്ധകാരത്തെ ഇല്ലാതെയാക്കണം. നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ആ അന്ധകാരത്തെ ഇല്ലാതെയാക്കി അവിടെ പുതിയ ഒരു വെളിച്ചം കൊണ്ടുവരണം. വിജയദശമി നാളിൽ പുതിയൊരു വെളിച്ചം കൊണ്ട് ഞാനൊരു പുതിയ മനുഷ്യനായി തീരും എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. പുതിയ മനുഷ്യനായി തീരുന്നു. ഇവിടെ നോക്കൂ, മഹിഷാസുരൻ എന്ന് പറയുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കിയതാണ് സാക്ഷാൽ പരാശക്തി. മഹിഷാസുരനാണ് അവിടെ അന്ധകാരമായി മാറിയിട്ടുള്ളത്. അതുപോലെ മഹിഷാസുരന്മാർ നമ്മുടെ ഉള്ളിലുണ്ട്, അന്ധകാരമായി നിറഞ്ഞു നിൽക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പലതും ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പെണ്ണിനും പെറിച്ച് അതുപോലെ തന്നെ പുരുഷൻ്റെയും പുറകെ പോയി നമ്മുടെ ജീവിതം പാഴാക്കി. നമ്മൾ ഇന്നീ കാണുന്നതാണ് സത്യമെന്ന് കരുതി അതിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ ജീവിതം പാഴാക്കി. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, ആ അന്ധകാരത്തിൽ നിന്നൊരു മോചനം നേടിയിട്ട് നല്ല ഒരു വെളിച്ചത്തിലേക്ക് വരികയാണ്. കാരണം എന്താണ്? ഈ നവമി ആഘോഷിക്കുന്ന എപ്പോഴാണ്? കറുത്ത വാവ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് മുതൽ വെളുത്ത വാവ് തുടങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ വെളുത്ത വാവിലേക്ക് ശുക്ലപക്ഷ നാളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലം അന്ധകാരമാണ്. ആ അന്ധകാരത്തെ ഇല്ലാതാക്കി ഇനി വെളിച്ചമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം നമ്മുടെ ജീവിതത്തിൽ. അതിന് പ്രകൃതി സാക്ഷിയാണ്. പ്രകൃതിയിൽ ആ അമാവാസിയെ ഇല്ലാതാക്കി ശുക്ലപക്ഷം ആരംഭിക്കുന്നു. അതുപോലെ തന്നെയാണ് ആ അന്ധകാരം മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഈ 9 രാത്രികളിൽ നമ്മൾ കഠിനമായ പരിശ്രമമാണ്. 9 ദിവസം കഠിനമായ പരിശ്രമമാണ്. എന്തിന്? 10ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിജയം മാത്രം ലഭിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ദിവസം മാത്രം ഉണ്ടാവാൻ, എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു ദിവസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. അപ്പോൾ വിജയം മാത്രം, സന്തോഷം. വിജയം എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷമുള്ളത്, സമ്പൽ സമൃദ്ധമായിട്ടുള്ളത്, രോഗമില്ലാത്തത്, ദാരിദ്ര്യമില്ലാത്തത്, അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ജീവിതത്തിലേക്ക്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ പറയുന്ന നവരാത്രി എന്ന് പറയുന്നത്. വെറുതെ നവരാത്രി ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്, കുറേ വ്രതമെടുക്കുകയല്ല ചെയ്യേണ്ടത്, കുറേ നാമം ജപിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഈ നവരാത്രി വ്രതമെടുക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവണം. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ല ഇനി നമ്മൾ പുതിയ ഒരാളായി മാറണം. അപ്പോൾ അതിനനുസരിച്ച് പ്രത്യേകിച്ച് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നതാണ് സ്ത്രീകൾ. ഈ സ്ത്രീകൾക്ക് അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ജനിച്ചു വീണ നാൾ തൊട്ട് അവളെ ആർത്തവത്തിൻ്റെ പേരിൽ പോലും ആൾക്കാർ അകറ്റി നിർത്തുന്നുണ്ട്, അശുദ്ധിയുടെ പേര് പറഞ്ഞിട്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടിമയെപ്പോലെ കഴിയേണ്ടി വരുന്നുണ്ട്. അതൊക്കെ സമീപകാലത്ത് വന്നിട്ടുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഒരു കുടുംബത്തിൽ തന്നെ ആ ഒരു സ്ത്രീ ഉയർന്നു വരികയും ആ സ്ത്രീ സാക്ഷാൽ പരാശക്തിയുടെ ഭാവത്തിൽ അവിടെ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ആ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് എന്നുള്ള സന്ദേശം പണ്ട് കാലങ്ങളിൽ ഗൃഹങ്ങളിൽ, വീടുകളിൽ കൃത്യമായി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു അങ്ങനെ സ്ത്രീകളെ കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഇടക്കാലത്ത് അത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് റാണി ലക്ഷ്മിഭായിയെ പോലെയും റാണി ഝാൻസി റാണിയെ പോലെയും അഹല്യാഭായിയെ പോലെയും ദുർഗയെ പോലെയും ഉള്ള സ്ത്രീരത്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ ഉടമയാക്കി തീർക്കുവാൻ അവരോട് പറയാം, മക്കളെ നിങ്ങൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കണം. ഈ നവരാത്രി വ്രതം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ്, എല്ലാം പറയുകയാണെങ്കിൽ ഈ വീഡിയോ അങ്ങ് ദൈർഘ്യം കൂടും. ഒന്നാമത്തെ ദിവസം എങ്ങനെയാ? ശൈലപുത്രിയായിട്ടാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടാടുന്നത്. എന്താ ശൈലപുത്രി? നമ്മൾ പറയും ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം. പർവ്വതത്തിൻ്റെ മകളായതുകൊണ്ട് പാർവതി എന്ന് പേര് വന്നു. അപ്പോൾ പർവ്വതപുത്രിയാകാൻ നമുക്ക് കഴിയണം ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് വെച്ചെന്നറിയാം. ഈ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ്. പർവ്വതം എന്താ? ഉറച്ചത, തരുമ്പ് പോലും ചലനമില്ലാത്തത്. അതുപോലെ ഏതൊരു കാര്യവും ഉറച്ച തീരുമാനത്തോടു കൂടി എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ പാർവതി ദേവിയെപ്പോലെ നമ്മൾ ആയിത്തീരാൻ വേണ്ടി പ്രയത്നിക്കണം. ഒന്നാം ദിവസത്തെ പ്രവൃത്തി ഉണ്ട്. ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, ഞാനെല്ലാം പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ആ വ്രതമെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ നവരാത്രി ആഘോഷിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ടത്, എല്ലാ ദേവന്മാരും പോലും പരാജയപ്പെട്ട് മാറി നിന്നപ്പോൾ മഹിഷാസുരനാകുന്ന ദുരിതത്തെ അല്ലെങ്കിൽ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാക്ഷാൽ പരാശക്തിയാണ് അവതാരമെടുത്തിട്ട് ഇല്ലാതെയാക്കിയത്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കാനും ആ കുടുംബത്തെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്താനും ആ കുടുംബത്തിൻ്റെ നേരെ വരുന്ന ദുഷിച്ച ശക്തികളെ ഇല്ലാതാക്കാനും കേവലം ഒരു സ്ത്രീ വിചാരിച്ചാൽ സാധിക്കും. അതിനനുസരിച്ച് ആ സ്ത്രീക്ക് മാനസികമായിട്ട് ശക്തി ഉണ്ടാകണം. അതാണ് ഈ നവരാത്രി ആഘോഷത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നവരാത്രി നാളുകളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീയെ, കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പോകുന്നത്. രാവിലെ ഭർത്താവ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഭാര്യ എഴുന്നേൽക്കുന്നില്ലേ? എന്നിട്ട് അടിച്ച് തൂത്തുവാരുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കൊടുക്കുന്നു, അവരെ യാത്രയാക്കുന്നു, ഭർത്താവിനെ യാത്രയാക്കുന്നു. അവരിങ്ങനെ തുടങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി കിടക്കുന്നത് വരെ വിശ്രമമില്ലാതെ ഭർത്താവ് കിടന്നതിന് ശേഷം മാത്രം ഇതാവും. അതിനുള്ള സഹനശക്തി അവർക്ക് എവിടെ നിന്ന് കിട്ടണ്ടേ? ആ സ്ത്രീ ഒന്ന് തകർന്നു പോയിന്നിരിക്കട്ടെ, ആ സ്ത്രീ ഒന്ന് മാനസികമായി തളർന്നു പോയിന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ശാരീരികമായി തളർന്നു പോയിന്നിരിക്കട്ടെ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ആ കുടുംബത്തെ നല്ലതായ വിധത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സാക്ഷാൽ പരാശക്തിക്ക് മാത്രമേ കഴിയൂ. ആ പരാശക്തിയാണ് എൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ളത്, ആ പരാശക്തിയാണ് എൻ്റെ അമ്മയായിട്ട് വന്നിട്ടുള്ളത്, ആ പരാശക്തി ഭാവം തന്നെയാണ് എൻ്റെ സഹോദരി, അതേ തന്നെയാണ് എൻ്റെ മകള് എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കുടുംബത്തിലെയും പുരുഷന്മാർ ഈ നവരാത്രി നാളിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഈ 9 ദിവസം അവരെ ദേവീ ഭാവത്തിൽ പൂജിക്കണം. നിങ്ങൾ പരാശക്തിയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട്, ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിലല്ല പൂജ ചെയ്യേണ്ടത്. ആ പരാശക്തിയുടെ 16 കൈകൾ ഈ മുന്നിലിരിക്കുന്ന ആ ദേവീ രൂപത്തിനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാ? ആ 16 കൈയല്ല, 100 കൈകളിൽ ഉണ്ടായാൽ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു ദിവസം ആ സ്ത്രീ ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ ആ സ്ത്രീ നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാ ആളുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, മക്കളുടെ കാര്യം, സഹോദരൻ്റെ കാര്യം, സഹോദരിയുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന്, ഇനി വീടിൻ്റെ കാര്യമാവട്ടെ, വിദ്യാലയത്തിൻ്റെ കാര്യമാവട്ടെ, ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടക്കണമെങ്കിൽ എത്ര കൈകൾ വേണം? അങ്ങനെ ഇത്രയേറെ കൈകളുള്ള സാക്ഷാൽ പരാശക്തി നമുക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ആ പരാശക്തിയെ പൂജിക്കേണ്ടത് പുരുഷന്മാരായ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം നേരായ വഴിക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടി, നീ സാധാരണക്കാരിയല്ല, നീ സാക്ഷാൽ പരാശക്തി തന്നെയാണെന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആഘോഷം. ക്ഷേത്രത്തിൽ പോവും, വലിയ കീർത്തനങ്ങൾ ചൊല്ലും, ഒരുപാട് നാമം ജപിക്കും, ഒക്കെ ജപിച്ചോ. പക്ഷേ ഈ നാമം ജപിക്കേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലുള്ള സാക്ഷാൽ പരാശക്തിക്ക് മുന്നിലാണ്.
ആ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന ആ ബിംബം ഉണ്ടല്ലോ, അതേ ബിംബത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ വീട്ടിലുള്ള പരാശക്തിയിലും ഉള്ളത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ക്ഷേത്രത്തിൽ പോകണം, ആരാധിക്കണം, പൂജ ചെയ്യണം, അവിടെ നമസ്കരിക്കണം. എന്നാൽ ഇത് എല്ലാ കാര്യങ്ങളും ഈ നവരാത്രി നാളിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. തളർന്നു പോകുന്ന ഒരു മകളുണ്ടെങ്കിൽ അവളോട് പറയണം, നീ തളരേണ്ടവൾ അല്ല. കാരണം എന്താ? നീ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തും കഴിവും നിനക്കുണ്ട്. നീ സാക്ഷാൽ പരാശക്തിയുടെ ഭാവമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മകളെ പരാശക്തി ഭാവത്തിൽ പൂജിക്കണം. പരാശക്തി ഭാവത്തിൽ പൂജിക്കുക, അവരെ ആരാധിക്കണം. നമ്മുടെ കുടുംബം സന്തോഷകരമാകണോ? നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകണോ? ദുഃഖമില്ലാത്ത അവസ്ഥയുണ്ടാവണോ? ദാരിദ്ര്യമില്ലാത്തൊരവസ്ഥയുണ്ടാവണോ? ഇതിനെല്ലാം തന്നെ ആ പരാശക്തിയുടെ പ്രീതിയാണ് ഉണ്ടാവേണ്ടത്. അവളൊന്ന് തളർന്നു പോയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ താളം മുഴുവൻ തെറ്റും. അതുകൊണ്ട് ഈ നവരാത്രി നാളുകളിൽ നമ്മൾ തിരിച്ചറിയണം എന്താണ് യഥാർത്ഥത്തിൽ ശക്തി ദേവി. അപ്പോൾ ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. യഥാർത്ഥത്തിൽ നമ്മൾ പറയും മഹിഷാസുരനെ വധിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മഹിഷാസുരൻ എന്ന് പറയുന്നത് അന്ധകാരമാണ്, നമ്മുടെ രോഗമാണ്, നമ്മുടെ ദുരിതമാണ്, നമ്മുടെ കഷ്ടപ്പാടുകളാണ്, നമ്മുടെ ശത്രുക്കളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പൂജ ചെയ്യാൻ. ഈ അവസരത്തിൽ നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഈ നവരാത്രി നാളുകളിൽ പൂജയും മറ്റു കാര്യങ്ങളും കൊണ്ട് നടക്കുന്നു. നമ്മൾ ഒരിക്കൽ വ്രതമെടുക്കും, അല്ലെങ്കിൽ ഉപവാസമെടുക്കും. ഇതൊക്കെ നല്ല കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾക്ക് നല്ലതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. പക്ഷേ ആ ഗുണങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ വീട്ടിലുള്ള ദേവതയ്ക്ക് പ്രീതി കിട്ടണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നവരാത്രിയുടെ അർത്ഥം മനസ്സിലാക്കണം. പുതിയ രാത്രിയാണ്, അല്ലെങ്കിൽ ഈ രാത്രികളെല്ലാം കഴിഞ്ഞ് ഇത്രയും കാലത്തെ ദുരിതങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നവരാത്രി ഈ 9 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് പുതിയ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം. പുതിയൊരു നാളത്തേക്ക് നമ്മൾ കടക്കണം. അപ്പോൾ ഈ 9 ദിവസമാവട്ടെ, 8 ദിവസമാവട്ടെ, 10 ദിവസമാവട്ടെ, നമ്മൾ ആ കഠിനമായ വ്രതത്തിലായിരിക്കണം. എന്താണ്? 2-ാം ദിവസം ബ്രഹ്മചാരിണി എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഈ ബ്രഹ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്നവളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ബ്രഹ്മം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നവളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ പരാശക്തി, ഈ ബ്രഹ്മത്തിലുള്ള എല്ലാത്തിനെയും ദേവിയായിട്ടും ദേവനായിട്ടും സർവവും ഈശ്വരനായിട്ട് കാണാൻ നമ്മൾക്ക് കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം ഈ 9 ദിവസത്തെ പ്രയത്നം കൊണ്ട്. അപ്പോൾ ഈ 9 ദിവസം കൊണ്ട് നമ്മളെ മുന്നിലുള്ളത് ആ പരാശക്തിയാണ്, ആ ദേവിയാണ് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അതിനെ പൂജിക്കാനും ആരാധിക്കുവാനും നമ്മൾ തയ്യാറാവണം. എന്നിട്ടോ 10-ാം ദിവസം മുതൽ ഇങ്ങനെ ആരാധിച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമ്മളത് ശീലമാക്കുക. എന്താണ്? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു പുതിയ ജീവിതമാണ്. വിജയദശമി എന്ന് പറഞ്ഞാൽ വിജയം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ ഇനിയുള്ളത് സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ഇത്രയും കാലം ഞാൻ കുടിച്ചും കൂത്താടിയും എൻ്റെ ജീവിതം ഞാൻ പാഴാക്കി, മദ്യപിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടും പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഞാൻ ഇതാക്കി. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, മകളെ കുറ്റപ്പെടുത്തുന്നു, അമ്മയെ കുറ്റപ്പെടുത്തുന്നു, സഹോദരിയെ കുറ്റപ്പെടുത്തുന്നു. ഇനി ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഞാനൊരു പുതിയൊരു മനുഷ്യനായി മാറും. എന്നാൽ ഇത് പുരുഷന്മാർ മാത്രം ചിന്തിക്കേണ്ടതല്ല. ആ വീട്ടിലെ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മയെക്കുറിച്ചും, അല്ലെങ്കിൽ ആ പെൺകുട്ടി തൻ്റെ സഹോദരി ഉണ്ടെങ്കിൽ, സഹോദരൻ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചും ഒക്കെ ഈ ചിന്ത വേണം. എല്ലാവരിലും ഈ ഈശ്വരീയ ഭാവമാണുള്ളത്. ഈ ബ്രഹ്മത്തിൽ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും ഉള്ളതെന്നുള്ള ചിന്ത എല്ലാവർക്കും പരസ്പരം ഉണ്ടാവണം. അതോടൊപ്പം ഈ സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ കുട്ടികളാവട്ടെ ആരാവട്ടെ, നമ്മൾ ആരാണ്? സാക്ഷാൽ പരാശക്തിയുടെ ഭാവമാണ്. ആ വിധത്തിലാണ് നമ്മൾ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൂജിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പരാശക്തിയുടെ ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുക. അതുകൊണ്ട് ഭർത്താവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സഹോദരനാവട്ടെ, അവരെയൊക്കെ സ്നേഹിക്കുക. എല്ലാവരും സ്നേഹിക്കുക. എല്ലാവർക്കും വേണ്ടുന്ന നന്മ ചെയ്യുക. അതാണ് പരാശക്തി ചെയ്യുന്നത്. നമ്മളൊരാളെ പൂജിച്ചു, നമ്മളെ ദേവീഭാവത്തിൽ കാണുമ്പോൾ അവർ നമ്മളിൽ നിന്ന് കാണുന്ന അതേ ഭാവം അവർക്ക് കിട്ടണം. നമ്മളൊരു അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ നമ്മൾ പറയുമ്പോൾ അച്ഛനിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് വാത്സല്യമാണ്, സംരക്ഷണമാണ്. അതുപോലെ ഈ ദേവിമാരായ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ എല്ലാവരും സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ചെയ്യാനുള്ളൊരു പ്രാപ്തി നമുക്കുണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പൂജിക്കുന്നത്.
ഇനി എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്നിലുള്ളത് സാക്ഷാൽ പരാശക്തിയുടെ അംശമാണ്, ആ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് അവർ ഓരോ ആൾക്കാരും ഓർക്കണം. ആ വിധത്തിൽ വേണം പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പരാശക്തിയുടെ ഭാവത്തിൽ സ്ത്രീകളെ ആരാധിക്കുകയും ആ പരാശക്തിയുടെ ഭാവത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ 10-ാം ദിവസം മുതൽ അവർ പുതിയൊരു മനുഷ്യനായി നിൽക്കുമ്പോൾ, പുതിയ പരാശക്തി ഭാവത്തിലെത്തുമ്പോൾ ആ കുടുംബത്തിൽ ധനപരമായ ഉയർച്ചയുണ്ടാകുന്നു. അതാണ് നവരാത്രി വ്രതം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്, ധനപരമായ ഉയർച്ചയാണ്. ദുഃഖങ്ങൾക്ക് നാശമുണ്ടാകുന്നു. ദുഃഖനാശനം എങ്ങനെ ഉണ്ടാകുന്നത്? കാരണം അവിടെ ദുഃഖമുണ്ടാക്കാൻ ആരുമില്ല. സ്ത്രീയിൽ നിന്നും ഉണ്ടാകുന്നില്ല, പുരുഷനിൽ നിന്നും ഉണ്ടാകുന്നില്ല. കാരണം പുരുഷൻ അത് പരാശക്തി ഭാവത്തിൽ കാണുന്നു. സ്ത്രീ ആണെങ്കിലോ ഞാൻ പരാശക്തിയാണെന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരോടും മോശമായി പെരുമാറില്ല. ഒരാളോടും മോശമായി പെരുമാറാതെ എല്ലാവരോടും ശ്രേഷ്ഠമായ വിധത്തിൽ പെരുമാറുമ്പോൾ അവിടെ ദുഃഖമുണ്ടാകുന്നില്ല. അവിടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നു. കാരണം എൻ്റെ കുടുംബം, കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ സഹോദരനൊക്കെ എന്നെ പൂജിക്കുന്നത്, എന്നെ ബഹുമാനിക്കുന്നത്. എന്നിലുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ചെലവുകളും ഞാൻ ശ്രദ്ധിച്ച് ചെലവാക്കണം. അനാവശ്യമായ ചെലവ് ഉണ്ടാവരുത്. കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? അവിടെ സന്തോഷകരമായ അന്തരീക്ഷമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അവിടെ എല്ലാവരും പരസ്പരം സഹായിക്കുവാനും പരസ്പരം അറിയാനും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല, രോഗമുണ്ടാവില്ല. കാരണം എന്താ? മനസ്സിനാണ് ഏറ്റവും വലിയ രോഗം ഉണ്ടാവേണ്ടത്. മനസ്സിന് ദുഃഖമാണ് ഏറ്റവും വലിയ രോഗം. ആ ദുഃഖം പരസ്പര സ്നേഹത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയുന്നു. അതോടൊപ്പം മറ്റേതെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ശുശ്രൂഷിക്കാനും എൻ്റെ വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഞാനാണ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവാദിത്വം. ദേവിയെ സംരക്ഷിക്കാനുള്ളത് ഭക്തൻ്റെ ചുമതലയാണെങ്കിൽ ആ ഭക്തനെ സംരക്ഷിക്കേണ്ടത് ദേവിയുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് അവിടെ രോഗങ്ങൾക്കും പ്രസക്തി ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ അവിടെ സരസ്വതി കടാക്ഷമുണ്ടാകുന്നു. കാരണം എന്താ? ഈ അറിവ് നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത്, എന്നിലുള്ളത് ഈശ്വര ചൈതന്യമാണ്, ഇവിടെയുള്ളതെല്ലാം ഈശ്വര ചൈതന്യമാണ്, എൻ്റെ ഈ കുടുംബത്തിൻ്റെ നാഥയായിട്ടുള്ളത് സാക്ഷാൽ പരാശക്തി തന്നെയാണ് എന്നുള്ള ചിന്ത, അറിവിൻ്റെ ചിന്ത, ആ ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നതോട് കൂടിയിട്ട് അവിടെ നമുക്ക് അജ്ഞാനം ഉണ്ടാകുന്നില്ല, അവിടെ അന്ധകാരം ഉണ്ടാകുന്നില്ല. ആ കുടുംബം ശ്രേഷ്ഠമായി തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുടുംബം ശ്രേഷ്ഠമാകണമെങ്കിൽ, നമ്മുടെ കുടുംബം ഏറ്റവും പുണ്യമാകണമെങ്കിൽ, എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതെ ആവണമെങ്കിൽ ഈ പറയുന്ന നവരാത്രി നാളുകളിൽ നമ്മൾ അത് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നവരാത്രിയിൽ നമ്മൾ ദേവിയെ പൂജിക്കുക. 2 വയസ്സുള്ള കുട്ടിയായിരിക്കാം, ആ കുട്ടിയോട് പറയേണ്ടത്, മോളെ നീ സാക്ഷാൽ ഈശ്വരിയാണ്. 3 വയസ്സാവട്ടെ, 5 വയസ്സാവട്ടെ, 8 വയസ്സാവട്ടെ, ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും നമ്മൾ ദേവി ഭാവത്തിൽ ആരാധിക്കണം. മോളെ, ഒരുപാട് പ്രശ്നങ്ങളെ നിനക്ക് ജീവിതത്തിൽ അതിജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിജീവിക്കേണ്ടി വരുന്ന സമയത്ത് നീ സാക്ഷാൽ പരാശക്തിയെപ്പോലെ, നിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മഹിഷാസുരനും രക്തബീജാസുരനും അങ്ങനെയുള്ള നിരവധി അസുരന്മാരായിട്ടാണ് നീ കണക്കാക്കേണ്ടത്. അവരെല്ലാം അസുരന്മാരാണ്. നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരിടേണ്ടുന്ന എല്ലാ പ്രതിസന്ധികളും ഇതുപോലെ മഹിഷാസുരന്മാരാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അതിനെ നേരിടാനുള്ള കരുത്ത് നിനക്കുണ്ട്. കാരണം എന്താ? നിന്റെ ഉള്ളിലുള്ളത് പരാശക്തിയാണ്. നീ പരാശക്തിയാണ്. ആ പരാശക്തിയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ പൂജിക്കുന്നത്. നീ മനസ്സിലാക്കണം, നിനക്ക് നിന്റെ മുന്നിൽ, നിന്റെ കാൽക്കൽ ഞാൻ ഓരോ അർച്ചന ചെയ്യുന്നു. നിന്നെ ദേവീഭാവത്തിൽ അവിടെ ഞാൻ ഇരുത്തു. ആ ഇരുത്തിയതിന് ശേഷം നിന്റെ മുന്നിൽ ഞാൻ നിവേദ്യങ്ങൾ വെക്കുന്നു. പഴങ്ങളും പാലും മധുര പലഹാരങ്ങളൊക്കെ ആ ദേവിയുടെ മുന്നിൽ വെക്കും, ആരാധിക്കുന്ന ആ ദേവിയെ മുന്നിൽ വെച്ചുകൊണ്ട്. എന്നിട്ടോ പുഷ്പാർച്ചന നടത്തുന്നു ആ ദേവിക്ക് മുന്നിൽ, മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ ദേവിക്ക് മുന്നിൽ. ഏതാ ദേവി? നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ സഹോദരിയാണ്, നമ്മുടെ മകളാണ്. ആ ദേവിയെ ആയിട്ട് സങ്കല്പിച്ച് അവരുടെ കാൽക്കൽ നമ്മൾ അർച്ചന ചെയ്ത്, ആ കാൽക്കൽ നമ്മൾ വെള്ളമൊഴിച്ച് ആ പാദം നമ്മൾ കഴുകി അവിടെ അർച്ചന ചെയ്ത് ആരതി ഒഴിഞ്ഞ് ആ ദേവിക്ക് മുന്നിൽ നിവേദ്യങ്ങൾ സമർപ്പിച്ച് ആ ദേവിക്ക് മുന്നിൽ നമ്മൾ നമസ്കരിക്കാൻ തയ്യാറാകുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ സാധാരണക്കാരിയല്ല. തൊട്ടതിനും മറ്റതിനൊക്കെ നമ്മൾ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്ന ആൾക്കാർ അതൊന്ന് തൽക്കാലം മാറ്റിവെക്കുക. ഈ ഭാവത്തിൽ നമ്മളൊന്ന് ദേവിയെ പൂജിക്കൂ. നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ഒന്ന് ആരാധിക്കൂ. ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കൂ. അങ്ങനെ കൊടുത്ത് നമ്മൾ അവിടെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള മാനസികമായ കരുത്ത് അവർക്കുണ്ടാകും. വിദ്യാർത്ഥിയായിട്ടുള്ള പെൺകുട്ടിയോട് പറയേണ്ടത് വെച്ചാൽ, നിനക്ക് മുന്നിലുള്ളത് ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ ആ വിദ്യയാകുന്നത് നേടിയെടുക്കാനുള്ള ഇതാണ് നീ ചെയ്യേണ്ടത്. ആ വിദ്യ നല്ലതുപോലെ നേടിയെടുക്കണമെങ്കിൽ നിനക്ക് മറ്റ് പല ചിന്തകളും നിന്റെ മനസ്സിനെ അലട്ടാൻ വേണ്ടി ഒരു മഹിഷാസുരൻ വരും. എന്താണ്? ലൗയുടെ രൂപത്തിൽ, പ്രേമത്തിൻ്റെ രൂപത്തിൽ പലരും വരും നിന്നെ സ്വാധീനിക്കാൻ.
നിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറിച്ച് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പലരും വരും സ്നേഹരൂപത്തിൽ. പക്ഷെ അത് നിന്റെ ശത്രുവാണ്. അതുപോലെ തന്നെ ലഹരികൾ വരും, നിന്റെ ശത്രുവാണ്. നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിച്ച് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതും മഹിഷാസുരന്മാരാണ്, രക്തബീജാസുരന്മാരാണ്. അതുപോലെ തന്നെ പ്രകോപനപരമായിട്ടുള്ള പല വാക്കുകളും നമ്മൾ ആകർഷിക്കുന്നത് വരും. അതിലൊന്നും നമ്മൾ വീഴരുത്. അതിനൊക്കെ അതിജീവിക്കണം. അതിനൊക്കെ സാക്ഷാൽ പരാശക്തി എങ്ങനെയാണോ മഹിഷാസുരനെ ഇല്ലായ്മ ചെയ്തത്, അതുപോലെ നീ അതിജീവിക്കുകയാണെങ്കിൽ നിനക്ക് ശ്രേഷ്ഠമായ ആ പരാശക്തിയുടെ ഉയർന്ന തലത്തിൽ സിംഹത്തിൻ്റെ മുകളിലുള്ള 18 കൈകളോടുകൂടിയ ആ ദേവീഭാവത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയും. എന്താ സിംഹം? ക്രൂരത. എല്ലാ ശക്തികളും അതിജീവിക്കാനുള്ള ശക്തിയാണ് സിംഹത്തിനുള്ളത്. മൃഗങ്ങളുടെ രാജാവാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് പരാശക്തി ഉള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ നിനക്ക് കീഴ്പ്പെടുത്താനാവാത്ത ഒന്നുമില്ല. എല്ലാത്തിനെയും നിനക്ക് നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ പറ്റും. കാരണം നിനക്ക് അതിനുള്ള കഴിവുണ്ട്. അതാണ് നീ പരാശക്തി. അപ്പോൾ നിനക്ക് ലഹരിയെ അതിജീവിക്കാൻ പറ്റും, പ്രകോപനപരമായ വാക്കുകളെ അതിജീവിക്കാൻ പറ്റും. അതുപോലെ ക്ഷമ, നിന്നോളം ക്ഷമയുള്ളത് വേറെ ആരും ഉണ്ടാവില്ല. നിനക്ക് പലതും പ്രകോപിക്കുന്ന തരത്തിൽ വാക്കുകൾ വന്നാലും നിനക്ക് ക്ഷമ കൊണ്ട് അതിനെ നേരിടാൻ കഴിയണം. രോഗങ്ങളാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, അല്ലെങ്കിൽ ലഹരിയാവട്ടെ, പ്രണയമാകട്ടെ, ഇതിനെയൊക്കെ തന്നെ നിനക്ക് അതിജീവിച്ച് ശ്രേഷ്ഠമായ തലത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയണം. അതിനാണ് ഇത്തവണത്തെ നവരാത്രി ആഘോഷത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അത് ആ വീട്ടിലെ പുരുഷന്മാർ അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൂജ ചെയ്യേണ്ടത്. ഈ പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്കിത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദേവീഭാവം. ഇതാണ് പൂജ. അപ്പോൾ ഇത്തരത്തിലുള്ള പൂജ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെ പൂജ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അങ്ങോട്ട് മാറും. നമ്മുടെ കുടുംബം ശ്രേഷ്ഠമായ തലത്തിലാകും. ആ പുരുഷനിൽ പോലും മാറ്റമുണ്ടാകും. മദ്യം കഴിച്ചിട്ടും മയക്കുമരുന്ന് കഴിച്ചിട്ടും വരുന്ന ഭർത്താവിനെയും മക്കളെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും രൂപത്തിൽ സാന്ത്വനമായ വാക്കുകളിലൂടെ, തന്ത്രപരമായ നീക്കത്തിലൂടെ അവരെയും ശ്രേഷ്ഠമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കുടുംബം സ്വർഗ്ഗതുല്യമാക്കാൻ കഴിയും. അങ്ങനെ ഈ നവരാത്രി ദിവസം അല്ലെങ്കിൽ നവരാത്രി നാളുകളിൽ അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും ആ ദേവീഭാവത്തിൽ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമാകും. പിന്നീടുള്ള ദിവസം ആ 10 ഈ നവരാത്രി ദിവസത്തെ പൂജ കഴിഞ്ഞ് വരുന്ന നാളുകളിൽ വിജയത്തിൻ്റെത് മാത്രമായിരിക്കണം നമ്മുടേത്. അവിടെ ഇനി ദുഃഖത്തിൻ്റെതിന് സ്ഥാനമില്ല. നമ്മുടെ കുടുംബത്തിൽ ഇത്രയും കാലം നടന്നുപോയിട്ടുള്ള ദാരിദ്ര്യവും ദുഃഖവും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീർന്ന് നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കുടുംബജീവിതം നമുക്കുണ്ടാവണം. അതിന് നമ്മൾ മാത്രം വിചാരിച്ചാലേ കഴിയും. അതിനു വേണ്ടിയാവട്ടെ ഇത്തവണത്തെ നവരാത്രി ആഘോഷം എന്ന് മനസ്സിലാക്കുക. ഈ സന്ദേശം നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം എല്ലാ കുടുംബത്തിലും എല്ലാ സ്ത്രീകളും എല്ലാ തരത്തിലും ഉയർന്നു വന്ന് ആ കുടുംബം ഏറ്റവും സൂര്യനെപ്പോലെ ശോഭിക്കുന്ന തരത്തിലേക്ക് വളരട്ടെ. അതിന് നിങ്ങൾക്ക് കഴിയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ താഴെ എഴുതിയിട്ടുണ്ട്, അവിടെ നിന്ന് തൊടുകയേ വേണ്ടൂ. അങ്ങനെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി വീഡിയോ ഇനിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീഡിയോ തൊടുന്ന അവസരത്തിൽ അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള സ്ഥലത്ത് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം കാണും. അതും കൂടി തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ആയിട്ട് വരും, നിങ്ങൾക്ക് കാണാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.